നമുക്കിപ്പം സുരഭി നേരിട്ട് ചേരുന്നുണ്ട്. തത്സമയം ശ്രീകുട്ടിയുടെ അമ്മയാണ്. ഈ കാര്യത്തിൽ അഭിഷേക് പറയുന്നതാണോ ശരി, അതല്ല ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നതാണോ ശരി എന്ന് നമുക്ക് നിശ്ചയമില്ല. എങ്കിലും അമ്മയോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം സുരഭി, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ അഭിഷേക് പറഞ്ഞത് കേട്ട് കാണുമല്ലോ. അഭിഷേക് പറയുന്നത് ഈ ശ്രീകുട്ടി ഇടയ്ക്കിത്തരം രാസലഹരി ഉപയോഗിച്ചിരുന്നതായി അഭിഷേകിന് അറിയാമായിരുന്നു എന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നോ സുരഭി? അഭീഷ് രാജ്? ഒരിക്കലുമില്ല. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു പയ്യനെ കൊണ്ടുപോയി ഇവൻ സേലത്ത് കൊണ്ടുപോയി ഈ കുട്ടിയെ ഒരുപാട് ശല്യം ചെയ്തിരുന്നു. എക്സാം എഴുതാതിരിക്കാൻ വേണ്ടി ഇവൻ പല രീതികളിൽ കൂടെയും ഇവൻ ആ കുട്ടിയോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്. ഇവൻ ആ കുട്ടിയെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഈ പയ്യൻ അവിടെ ചെന്ന് ആക്രമിച്ചതായിട്ടും കൂടെ ഇരുന്ന് വെള്ളം ഒഴിക്കുന്നതായിട്ടും ഒക്കെ ഫോട്ടോ എടുത്ത് അവൻ്റെ കയ്യിലുണ്ടെന്ന് ഇവൻ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ അവൾ കുടിക്കാറില്ല, ലഹരിയൊന്നും ഉപയോഗിക്കാറില്ല. എങ്കിൽ നമ്മളാ കാണണ്ടേ? നമുക്കറിയാത്ത കാര്യങ്ങൾ ഇവൻ ഇതെല്ലാം മെനഞ്ഞെടുത്ത് പറയുകയാണ്. ഇതിലൊന്നിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യവനാണ് അങ്ങനെയാണെങ്കിൽ യവനാണ് രക്ഷകനായിട്ട് ഇവനെ മുൻപിൽ വിട്ടിട്ട്, ഈ അരുണെന്ന് പറയുന്നവനെ മുൻപിൽ വിട്ടിട്ട് ഇവൻ അരുമാനു സ്കൂളിൽ വേണ്ട പ്രശ്നങ്ങളൊക്കെ നടത്തിയിട്ട് ഇവൻ വെളിയിൽ നിന്ന് ഒരു കാറും കൊണ്ടിട്ട് ഇവൻ രക്ഷകനായിരുന്നു. കാരണം നമ്മളോട് പറഞ്ഞ് അവളെ ഒരുപാട് ശല്യം ചെയ്യാണ്, ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇവൻ പല ദിവസവും അരുമാനൂർ സ്കൂളിന്റെ ഫ്രണ്ടിൽ എനിക്ക് അറിവ് കിട്ടി. ശ്രീകുട്ടിയുടെ ഹസ്ബൻഡിനെ കുറിച്ചാണോ? അതെ അവൻ അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇവൻ പറയുന്നത് എല്ലാം കള്ളമാണ്, ഞാൻ പറയുന്നത് എല്ലാം കള്ളമാണെന്ന് അവൻ പറയുന്നത് വെറുതെയാണ് സാർ. ഞാൻ സത്യസന്ധമായി പറയാണ്. മക്കളുണ്ടോ? ശ്രീകുട്ടിക്ക് സഹോദരങ്ങളുണ്ടോ? ഈ ഒരു മോളാണ് ഇവിടെ ഉള്ളത്. എന്നെ വിവാഹം കഴിച്ച പട്ടാളക്കാരനാണ്, അറിയാമല്ല, കളിക്കോള കോവലം മന്ത്രവാദിയുടെ മകൻ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തി എന്നെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും മർദ്ദിക്കുന്നത് കൊണ്ട് എന്റെ അച്ഛനാണ് എന്നെ ഡൈവേഴ്സ് ആക്കി തന്നത്. എല്ലാം ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. എല്ലാം സത്യസന്ധമാണ്. സ്വകാര്യമായ വിഷയമാണ്, നമുക്കറിയേണ്ടതില്ല. ഒരു കാര്യവും കുട്ടിയെ പഠിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് സേലത്ത് ഡിവോഴ്സ് ആയതിനു ശേഷമാണ് സേലത്ത് ശ്രീകുട്ടിക്ക് അഡ്മിഷൻ വാങ്ങി കൊടുക്കുന്നത് അല്ലേ? ഇല്ല, ഒരു കാരണവശാലും ഈ പയ്യൻ, ഈ അഭീഷ് രാജ് എന്ന് പറയുന്ന പയ്യൻ ഇതുവരെ ഈ കുട്ടിയെ ഡൈവേഴ്സ് ചെയ്തിട്ടില്ല. നെയ്യാറ്റിൻകര കോടതി കിടക്കാണ്. ഇവൻ 4 ഇവർ തമ്മിൽ സംസാരിച്ച് നോക്കിയിട്ടും ഇവൻ 4 പ്രാവശ്യം കൗൺസിലിംഗ് വെച്ചിട്ടും ഇവൻ ഒപ്പിടാന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഈ കുട്ടിക്ക്. സ്വകാര്യമായൊരു വിഷയമാണ്. പക്ഷേ സുരഭി, എനിക്ക് അറിയേണ്ടത്, ഈ ശ്രീകുട്ടി മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് ഡിവോഴ്സിന്റെ കേസ്, അതായത് ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് അല്ലേ? ഭർത്താവുമായി അകന്ന് ജീവിക്കുന്ന ഘട്ടത്തിലാണോ മെഡിക്കൽ കോളേജിൽ പോകുന്നത്? അതെ, ഈ പൊടി കുഞ്ഞിനെയും കൊണ്ട് ഞാൻ സേലത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ഞാൻ താമസിക്കുകയായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ? കൊച്ചുകുട്ടിയല്ലേ. ശ്രീകുട്ടിക്ക് MBBS 41 ഈ കുട്ടിയെ ശരിക്കും എന്റെ അച്ഛൻ, എന്റെ ഭർത്താവാണ്. എത്ര ലക്ഷം രൂപ? റൂഫുകളുണ്ട് കയ്യില്. കുട്ടിക്ക് പൈസ 1 കോടി അവിടെ അടയ്ക്കേണ്ട 19 ലക്ഷത്തി സംതിങ് ആണ്. അത് എന്റെ ഭർത്താവാണ് അടച്ചിട്ടുള്ളത്. അത് വിനായക മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അറിയാം, ബാങ്ക് മുഖാന്തരം പൈസ അയച്ചിട്ടുള്ളത്. ഇയാളാണ് അടച്ചിട്ടുള്ളതെന്ന് ആണോ പറയുന്നത്? ഓക്കെ, അപ്പൊ അവിടെ പോയി പഠിക്കുന്ന സമയത്ത് സേലത്ത് വെച്ച് ചില കൂട്ടുകെട്ടുകൾ ഉണ്ടായെന്നും ശ്രീകുട്ടി അവിടെ വെച്ചാണ് ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നുമാണ് ഈ ഹസ്ബൻഡ് പറയുന്നത്, അഭീഷ് പറയുന്നത്. അപ്പൊ ആ സേലത്ത് ഈ അഭിഷേക് എന്ന് ഈ പയ്യൻ അവിടെ ഈ കുട്ടിയെ ചുറ്റിപ്പറ്റി ഈ കുട്ടിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി എല്ലാ പദ്ധതികളും ഉണ്ടാക്കിയെന്നുള്ളത് തെളിവായില്ലേ സാർ? ഇവൻ നെയ്യാറ്റിൻകര സിസിലിപുരത്ത് കിടക്കുന്ന അഭീഷ് രാജ് സേലത്ത് പോയി ഇതെല്ലാം കാണണമെങ്കിൽ, ഈ കുട്ടിയെ ചുറ്റിപ്പറ്റി ഇവൻ ഇതെല്ലാം എടുക്കണമെങ്കിലും, ഫോട്ടോ അവൻ്റെ കൈവശം ഉണ്ടെന്ന് പറയണമെങ്കിലും ഇവൻ ഇതിൻ്റെ ബാക്കിൽ കളിച്ചിട്ടല്ലേ സാർ?
ഓക്കെ, ഈ MBBS പൂർത്തിയാക്കിയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ സുരഭിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നി, ക്ഷമിക്കണം, ഈ ശ്രീകുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയിരുന്നോ സുരഭി? അതിന് ഞാൻ അവിടെ ഉണ്ടല്ലോ സാർ. എൻ്റെ കുട്ടി ഞാൻ ആഹാരം വാരി കൊടുത്ത് എൻ്റെ മുമ്പേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇടയ്ക്കിടയ്ക്ക് അവൾ ടെൻഷനാവും പരീക്ഷയ്ക്ക്. യവൻ വന്ന് ശല്യം ചെയ്യും അവിടെ. ഈ ശ്രീകുട്ടിയുടെ പഠനത്തിന് മൊത്തം എത്ര ലക്ഷം രൂപ ചെലവായിട്ടുണ്ടാവും ശല്യം ചെയ്യുമായിരുന്നു സുരഭി? ശ്രീകുട്ടിയുടെ പഠനത്തിന് എത്ര രൂപ ചെലവായിട്ടുണ്ടാവും മൊത്തം? അല്ല ഒരു സാർ 12 മാസം അല്ലേ സാർ? 12 മാസം അടക്കണ്ടേ? അതിന് 19 ലക്ഷത്തി സംതിങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയായാലും 1 കോടി രൂപ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെലവാക്കിയതാണ്. ആ സമയത്ത് ഏകദേശം 1 കോടി രൂപ ചെലവിട്ടു. MBBS പഠനം വിജയകരമായി പൂർത്തിയാക്കി. 19 ലക്ഷത്തി സംതിങ് ഒരു വർഷത്തിൽ അടക്കണം. മനസ്സിലായി, കണക്കെനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ ചോദിച്ചു